മൺസൂണൊക്കെ ആയിട്ട് എൻ്റെ വയനാട്ടിലേക്കുള്ള ആദ്യത്തെ യാത്ര പതിവ് പോലെ തന്നെ ചുരത്തിലെ കാഴ്ചകളും നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ കോടമഞ്ഞൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ വയനാട്ടിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഒരു റോഡ് സഫാരിക്ക് വേണ്ടിയിട്ട് നേരത്തെ മുത്തങ്ങയിലേക്ക് വന്നപ്പോഴത്തേക്കും റോഡരികിലായിട്ട് കാട്ടാനക്കൂട്ടം ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം പിടിയാനകളാണ് കേട്ടോ. ഒരു 8-9 ആനകളുണ്ട്, കൂടെ ഒരു കുട്ടിക്കുറുമ്പനും ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഈ റൂട്ട് വരുമ്പോൾ എപ്പോഴും നമുക്ക് എലിഫന്റ് സൈറ്റിംഗ് കിട്ടാറുണ്ട്. മുത്തങ്ങ, ബന്ദിപ്പൂര്, മുതുമല റൂട്ടിൽ കൂടെ അല്ലേ. ഇന്ന് നമ്മൾ പോകുന്നത് എന്തായാലും ആ റൂട്ടല്ല കേട്ടോ. വയനാട് പുൽപ്പള്ളിക്കടുത്തുള്ള കൊടും കാടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ടെസ്കറിൻ ലോഡ്ജിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ നമുക്ക് ഇന്ന് ടെസ്കറിനിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഒരു കോളനി അത് കേട്ടോ. ഇവിടെ ഒരുപാട് വീടുകളും ആൾതാമസമൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ ഒരു വീട്ടിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ തിരിച്ചു വരുന്നത് വരെ വണ്ടി ഇവിടെ സേഫ് ആയിരിക്കും. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 600 മീറ്റർ ഈ കാണുന്ന ഫോറസ്റ്റിനുള്ളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് ടെസ്കറിനിലേക്ക് പോകാം കേട്ടോ. ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് 2 പേര് എത്തിയിട്ടുണ്ടായിരുന്നു, ബഷീർക്കയും രാജൻ ചേട്ടനും. ബഷീർക്ക പ്രോപ്പർട്ടിയിലെ കെയർടേക്കർ ആണെങ്കിൽ രാജൻ ചേട്ടൻ അവിടുത്തെ ട്രൈബൽ കോളനിയിൽ താമസിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ബാഗും കാര്യങ്ങളൊക്കെ അവർ പിക്ക് ചെയ്ത് നമ്മൾ ഈ കാടിനുള്ളിലൂടെ ഇങ്ങനെ ടെസ്കറിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാടിനകത്ത് 2-3 ട്രൈബൽസിൻ്റെ വീട് മാത്രമേ ഉള്ളൂ കേട്ടോ. എലിഫൻ്റ് ഒക്കെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ 2 സൈഡിലും ഫെൻസിങ് ഒക്കെ വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രോപ്പർട്ടീൻ്റെ ഓണർ ആയിട്ടുള്ള ഡോക്ടർ അമൽ സാർ പ്രത്യേക ഒരു നിർദ്ദേശം തന്നിരുന്നു. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ഉച്ച സമയത്ത് തന്നെ ഇവിടെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ലേറ്റ് ആക്കി കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ ആളുകളെയും വണ്ടികളെയൊന്നും ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മളിത് ഒരു 10 മിനിറ്റൊക്കെ നടക്കാനുണ്ട്. 10 മിനിറ്റൊക്കെ ഇങ്ങനെ നടന്നു. ഈ സൈഡിലായിട്ട് ട്രൈബൽസിൻ്റെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം അങ്ങ് നടന്നപ്പോഴത്തേക്കും നമ്മളെ ടെസ്കറിൻ ലോഡ്ജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലായിട്ട് കണ്ടോ വലിയൊരു കുളമാണ് കേട്ടോ. ഈ കുളത്തിൻ്റെ ഈ സൈഡ് കണ്ടോ, ഇതിൻ്റെ ബാക്കിലോട്ട് മൊത്തം ഫോറസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാട്ടിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു പോണ്ടിൽ ട്രൈബൽസൊക്കെ മീൻ പിടിക്കാൻ വരുന്നുണ്ട്. ഫോറസ്റ്റുകാർ ഈ പോണ്ടിൽ നിറയെ മീനുകളൊക്കെ വളർത്തുന്നുണ്ട്. അങ്ങനെ ഈ കാണുന്ന ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് പാസ് ചെയ്തിട്ട് വേണം നമുക്ക് ടെസ്കറിൻ ലോഡ്ജിലെത്താൻ. ഹായ്, തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ അല്പനേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് പുൽപ്പള്ളി ഒരു കാടിനകത്താണ്. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ടെസ്കറിനിലേക്ക് സ്വാഗതം. ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എലിഫൻറ്റും ടൈഗർ വരെ വന്നു പോകുന്ന ഒരു കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ. ഫുള്ള് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചെറിയ പോണ്ടും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ മൺസൂണൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ലൊക്കേഷനിൽ നമുക്കിന്ന് വയനാട് പുൽപ്പള്ളി കാടിനകത്ത് ടെസ്കറിൻ എന്ന് പറയുന്ന ജംഗിൾ പ്രോപ്പർട്ടി ഒന്ന് പരിചയപ്പെടാം. ഞങ്ങളിവിടെ എത്തിയപാട് തന്നെ നമ്മുടെ റൂമൊക്കെ കാണിച്ചു തന്നിരുന്നു നമ്മൾ ബഷീർക്ക. ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. നല്ല സ്പേസ് ഉള്ള വലിയൊരു റൂമാണ് കേട്ടോ. നമുക്കിതേ ജനൽ വഴി തന്നെ അനിമൽസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ബെഡ്റൂമിനകത്ത് കടന്നുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇതേ ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു നാച്ചുറൽ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റും. അതിനൊരു തണുത്ത വെള്ളം കുടിച്ച് നമ്മളൊന്ന് റിലാക്സ് ചെയ്തു. ഞാനിങ്ങനെ പുറത്തിങ്ങനെ വന്നിരിക്കുക കേട്ടോ. പുറത്ത് വല്ല അനിമൽസ് വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് എണീക്കാൻ തോന്നില്ല കേട്ടോ. അത്രയും ബ്യൂട്ടിയാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. എന്ത് റിലാക്സ് എന്നറിയോ, നാച്ചുറൽ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട്. ഈ ഒരു ബാൽക്കണി കണ്ടോ, വളരെ നീളത്തിലുള്ള ഒരു ബാൽക്കണി. ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഇങ്ങനെ അനിമൽ സൈറ്റിംഗ് ഒക്കെ കാണാം കേട്ടോ. നമ്മുടെ ബെഡ്റൂം ഒരു രക്ഷയില്ല, വലിയ ബെഡ്റൂമാണ്. ഇവിടെ 3 റൂമുകളാണ് വരുന്നത്. ഒരു 12 to 15 പേരടങ്ങിയിട്ടുള്ള ഒരു ഫാമിലി ഗ്രൂപ്പോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ടെസ്കറിൻ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഫുള്ളായിട്ട് വിട്ടു തരും കേട്ടോ. വേറെ ഗസ്റ്റിന് അവരെടുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൈവസി ഒക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും എല്ലാവരും ഭയങ്കര തിരക്കുള്ള ആളുകളാണല്ലേ. അപ്പോൾ ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടൊരു 2 ദിവസം നിങ്ങൾ വലിയ ശല്യമൊന്നും ഇല്ലാണ്ട് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോപ്പർട്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. അതല്ലാണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ചില്ല് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും ഇവിടെ വരരുത്. റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഫ്രണ്ടിലെ പോണ്ടിൽ ഒരുപാട് ട്രൈബൽസ് മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്കൊരു ടീയും അതിൻ്റെ കൂടെ ഒരു സ്നാക്സൊക്കെ നമ്മുടെ ബഷീർക്ക് അവിടെ കിച്ചണിൽ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. കിച്ചണിൽ അവർ ലൈവായിട്ടാണ് കുക്ക് ചെയ്ത് തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരും. കണ്ടോ, നല്ല ചൂടുള്ള ആവി പറക്കുന്ന പഴംപൊരി. ഞാനതിങ്ങനെ ഈ ഒരു നാച്ചുറൽ സ്ഥലത്തോട്ട് കാണിച്ചിട്ട് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള പഴംപൊരിയും ചായയൊക്കെ
നമ്മുടെ കാക്ക നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് കഴിച്ചിട്ടേ ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്യാം കേട്ടോ. ഇവിടെ പകൽ സമയത്തും രാത്രിയിലൊക്കെ ആന ഇറങ്ങും. ഈ തൊട്ടടുത്തു നിന്നൊക്കെ ടൈഗർ വന്നിട്ട് കാട്ടുപോത്തിനൊക്കെ പിടിച്ചിട്ടുണ്ട്. മാനുകളും കാട്ടുപന്നിയൊക്കെ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. ആഹാ ഹാ ആഹാ ഹാ ഓ ആഹാ ഹാ ഈ രാജൻ ചേട്ടൻ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും കേട്ടോ പ്രോപ്പർട്ടിയിൽ. പുള്ളിയുടെ കൂടെ ഞാൻ ഈ ഒരു കാടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടോ ഒരു ട്രീ ഹട്ടൊക്കെ ഉണ്ട്. ഇതിൽ ഇവർ താമസിക്കുന്നതാണ്. ഈ പോണ്ടിനകത്ത് നിറയെ മീനുകൾ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കണ്ടില്ലേ കണ്ടമാനം മീനുകളാണ്. ഈ ഒരു ട്രീ ഹൗസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വന്ന് ഇങ്ങനെ കിടക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ കാടും പരിസരമൊക്കെ കാണാനായിട്ട്. ഇവിടെ കാട്ടാനൊക്കെ വന്നിട്ട് ഈ ഒരു കൃഷിയൊക്കെ നശിപ്പിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടെ നിങ്ങൾ എത്ര വർഷമായി ഈ ഭാഗത്ത്? ഒരു 35 വർഷമായി. 35 വർഷമായിട്ട് ഇവിടുത്തെ താമസമാണല്ലേ. എത്ര വീടുകളുണ്ട് ഈ ഭാഗത്ത്? ഇവിടെയാണ് 3 വീടേ ഉള്ളൂ. 3 വീടുകൾ അല്ലേ. ആ ഹാ ഹാ എങ്ങനെ ജീവിതമാർഗ്ഗമൊക്കെ എങ്ങനെ വീട്ടുമാർക്ക് ഭയങ്കര കഷ്ടത്തിലാണ്. ആണ് അല്ലേ. മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ആനയുടെ ശല്യം, ആനയുടെ ശല്യം ഉണ്ട് അല്ലേ. ഉണ്ട്. ആ ഹാ ഹാ പിന്നെ ഒരു സാധനം നട്ടുണ്ടാക്കിയാൽ കിട്ടില്ല. ആന വന്ന് നശിപ്പിക്കും. പന്നി കളയും. ഇവിടെ ഏറ്റവും കൂടുതൽ ആനശല്യമാണല്ലേ. ആനശല്യം, പന്നി, ആന, പന്നി, പിന്നെ കുരങ്ങും, കുരങ്ങന്മാര് അല്ലേ. ആ ഹാ ഹാ ഇത് പോണ്ടാ തോന്നുന്നല്ലേ മീൻ വളർത്തുന്നത്. നിങ്ങൾ വളർത്തുന്നതാണോ? വളർത്തുന്നതാണല്ലേ. എത്ര മക്കളാ? 5 മക്കൾ. 5 മക്കള് അല്ലേ. ഫാമിലി എല്ലാവരും വരാറുണ്ട് അല്ലേ. മിക്ക ആളുകളും ആ ബാൽക്കണിയിൽ ആനയും കണ്ടിട്ട് പോകും അല്ലേ. ഭയങ്കര ഒരു നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് അല്ലേ റിലാക്സ് ചെയ്ത് നിൽക്കാം. നമ്മൾ വലിയ വലിയ റിസോർട്ടുകൾ കാണുന്ന പോലെ ഒന്നും ആരും പ്രതീക്ഷിച്ചിട്ട് വരരുത്. കാടും കാടിന്റെ ഭംഗി അല്ലേ, നാച്ചുറാലിറ്റി ഇതൊക്കെ കണ്ട് റിലാക്സ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഓക്കെ, എന്തായാലും താങ്ക്സ് രാജൻ ചേട്ടാ. അങ്ങനെ രാജൻ ചേട്ടൻ്റെ കൂടെ ഫോറസ്റ്റൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അവർ വീടും അവരുടെ ആളുകളെയൊക്കെ പരിചയപ്പെട്ട് തിരിച്ച് നമ്മൾ പോണ്ടിന് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ 2 ട്രൈബൽസ് ഇരുന്നിട്ട് മീൻ പിടിക്കും കേട്ടോ. ഇത് ഫോറസ്റ്റുകാർക്ക് മാത്രമേ ഇവിടുന്ന് മീൻ പിടിക്കാനുള്ള പെർമിഷനുള്ളൂ. ഫോറസ്റ്റുകാർ വളർത്തുന്ന ഒരു മീനാണ്. ഈ സൈഡിലൊക്കെ എപ്പോഴും അനിമൽസ് ഉണ്ടാവും കേട്ടോ. ആനയൊക്കെ വെള്ളം കുടിക്കാനും കൂട്ടമായിട്ട് വന്ന് ഇറങ്ങാറുണ്ട് ഇവിടെ. വൈകുന്നേരത്തും രാത്രിയിലൊക്കെ മിക്ക ദിവസങ്ങളിലും ഇവിടെ എലിഫൻറ്റ് സൈറ്റിംഗ് കിട്ടാറുണ്ട്. ഇന്നിപ്പോൾ എന്താ അറിയില്ല, നമ്മൾ രാവിലെ തൊട്ട് ചെറുതായിട്ട് മഴയുണ്ട്. മഴ ആയതുകൊണ്ടാണോ അറിയില്ല, എലിഫൻ്റ് ഒന്നും പുറത്തോട്ടിങ്ങ് ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ. മാനുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാനുകൾ ധാരാളം കാണുന്നുണ്ട്. ഇതേ നിൽക്കുന്നു മാനുകൾ. അപ്പോൾ ഇങ്ങനെ ഇരുട്ടായി വരുമ്പോഴത്തേക്കും കണ്ടോ ഈ സൈഡിൽ നിന്ന് കണ്ടമാനം മാനുകൾ കൂട്ടമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ കാട്ടുപന്നികൾ, കാട്ടുനായ, കാട്ടുകോഴി ഇങ്ങനെയുള്ള അനിമൽസൊക്കെ ഇവിടെ സ്ഥിരം കാണുന്നതാണ് കേട്ടോ. രാത്രിയിൽ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് എണീറ്റ് പോയിട്ടില്ല കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ മാനുകളാണ് ഈ സൈഡിൽ. അതുപോലെ കാട്ടുപന്നികൾ കണ്ടമാനം ഉണ്ട് കേട്ടോ. ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എലിഫൻറ്റ് വെള്ളം കുടിക്കാനും കുളിക്കുവാനൊക്കെ ആയിട്ട് താഴോട്ട് ഇറങ്ങി വരുന്നതാണ് ഇവർ പറഞ്ഞത്. നമുക്ക് കിച്ചണ് വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഇവിടെ നല്ല പുഴമീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മണം വരുന്നുണ്ട്. ബഷീറാക്ക ഇവിടെ കുക്ക് ചെയ്യാണ്. നമുക്ക് ഇന്ന് രാത്രിയിലേക്ക് നെയ്ച്ചോറ്, ചപ്പാത്തി, പൊറോട്ട, പിന്നെ നല്ല പുഴമീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി പുഴമീൻ കൂട്ടിയിട്ട്. ഇന്നെന്തായാലും പുഴമീൻ കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിക്കണം. ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കടന്ന് മൊരിയുന്നത് കണ്ടോ, ഒരു രക്ഷയില്ല. ചിക്കൻ ഇതെവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലൈവ് കുക്കിംഗ് ആട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് റെഡി ആക്കി തരും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഇവർ പാക്കേജിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബഷീർക്ക നല്ല ഫ്രണ്ട്ലിയാണ്, നല്ലൊരു കെയർടേക്കറാണ് പുള്ളി. അതുപോലെ നമ്മൾ രാജൻ ചേട്ടൻ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും കേട്ടോ. രാത്രിയിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ മാനുകളല്ലേ, കുറച്ച് ലോങ് സൈറ്റ് ആണ്. 2-3 മാനുകളുണ്ട് അല്ലേ കൂട്ടായിട്ട്. ഒരു 6-7 ഉണ്ടല്ലോ അല്ലേ. കുറേ ഉണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും ചെറിയ മഴയുണ്ട്. മഴയുള്ളത് കൊണ്ടാണ് തോന്നുന്നു കേട്ടോ എലിഫൻ്റ് ഒന്നും ഇറങ്ങിയിട്ടില്ല. അതുപോലെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ എലിഫൻറ്റ് സൈറ്റിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ടൈഗറിനൊക്കെ 2-3 തവണ ഇവിടുന്ന് സൈറ്റിംഗ് കിട്ടിയിട്ടില്ലാണ്. അതും പകൽ കേട്ടോ. കാട്ടുപോത്തിനൊക്കെ കടിച്ചു പറിച്ച് കൊണ്ടുപോയിട്ട്, അതുപോലെ ഒരു മനുഷ്യൻ്റെ കാല്, ഒരു ട്രൈബൽസിനെ പോത്തുകളെ മേയ്ക്കുമ്പോൾ അതിൻ്റെ കാലൊക്കെ കടിച്ചു പറിച്ച് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും നല്ല സൈറ്റിംഗ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്.
ഇന്നിപ്പോൾ മഴയുള്ളത് കൊണ്ടായിരിക്കാം അനിമൽസൊക്കെ ഉള്ളു വരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ടോർച്ച് അടിച്ച് ചുറ്റും ഇങ്ങനെ ഇതുണ്ടോ, ഇതൊക്കെ കാട്ടുപന്നികളാട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാട്ടുപന്നി, മാനുകളും കണ്ടമാനും ഉണ്ട് കേട്ടോ. നമ്മൾ ആ ടോർച്ച് അടിക്കുമ്പോഴേ ആ വെട്ടത്തിൽ അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത് കാണാം കേട്ടോ, മാനുകളിലൊക്കെ. എന്തായാലും ഭയങ്കര രസം കേട്ടോ രാത്രിയിൽ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് നമ്മളെ തൊട്ട് മുന്നിലായിട്ട് ഇങ്ങനെ അനിമൽസിലൊക്കെ കാണാൻ പറ്റുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ അങ്ങനെ ആ ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിലുപരി നമുക്ക് വേറൊന്നും വേണ്ടല്ലോ. നമ്മൾ ഒരു ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഷുവർലി ചിലപ്പോൾ നിങ്ങളൊരു 2 ഡേയ്സൊക്കെ ഇവിടെ സ്റ്റേ ബാക്ക് അടിക്കാനൊക്കെ ഉള്ള ചാൻസും കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം 2 ദിവസമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ നോക്കുക. പിന്നെ അനിമൽസ് കാണുക എന്നുള്ളതൊക്കെ ലക്കുള്ള കാര്യമാണ്. അനിമൽസ് കണ്ടിട്ടില്ലെങ്കിലും ഭയങ്കര ഒരു റിലാക്സേഷൻ ചെയ്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ഈ ഒരു ടസ്കറിൻ ലോഡ്ജ്. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഈ ബാൽക്കണിയിൽ ചിലവഴിച്ചു. ഇനി നമുക്ക് പോയിട്ട് കിടന്നുറങ്ങാം. ഇനി രാത്രിയിൽ അഥവാ എലിഫൻറ്റ് വരികയാണെങ്കിൽ നമ്മളെ കെയർ ടേക്കർ നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജനലൊക്കെ നമ്മൾ തുറന്നിട്ട് വെച്ചിരിക്കുകയാണ്. ജനലിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ കാണാൻ പുറത്തോട്ട് ഇങ്ങനെ. മാനുകൾ ബാക്ക് സൈഡിലല്ലേ, അതാ പോണു. നമ്മളെ ബഷീർക്ക ഉണ്ടാക്കിയ ഫുഡ് കേട്ടോ. പൊറോട്ട, നെയ്ച്ചോറ്, ചിക്കൻ റോസ്റ്റ് അല്ലേ അല്ലേ? നിങ്ങളിവിടെ വരി, എന്താ മാറിക്കണേ? ബഷീർക്ക എന്തൊക്കെയാ ഫുഡുള്ളത്? ആ, പുഴമീൻ ഉണ്ട് അല്ലേ? പുഴമീൻ ഫ്രൈ, ഇതെല്ലാം ഈ സമയം കൊണ്ട് ഉണ്ടാക്കിയില്ല നിങ്ങളൊരു പുലി തന്നെ കേട്ടോ ആള്. ഇത്രയും ഫുഡുകൾ നമുക്ക് വേണ്ടിയിട്ട് നൈറ്റിൽ അവർ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറൊക്കെ കാണുമ്പോൾ കൊതിയാവുന്നുണ്ട്. അതിലുപരി ആ പുഴമീൻ, എൻ്റെ അമ്മോ, ഞാൻ എൻ്റെ കിളി പോയി നിൽക്കുകയാണ്. പുഴമീൻ ഒരു പ്ലേറ്റിലെ ഒരു 90% ഞാൻ തന്നെ കാലിയാക്കിയിട്ടോ. നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളിവിടെ വരുന്ന അറിഞ്ഞിട്ട് വയനാട്ടിലുള്ള നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. 3-4 പേര്, അവരെല്ലാം കൽപ്പറ്റ ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ വരുന്നത് അറിഞ്ഞിട്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്താണ്. അതുപോലെ തന്നെ ഖത്തറിൽ നിന്ന് അങ്ങ് പ്രവാസ ജീവിതത്തിൽ നിന്നും ഒരാഴ്ച പെരുന്നാൾ ലീവിന് നാട്ടിലെത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്തും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രോപ്പർട്ടി. അങ്ങനെ അതിരാവിലെ ഞാൻ വല്ല അനിമൽസും വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതേ ബാൽക്കണിയിലേക്ക് ഡോറും തുറന്ന് വരിക കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. ആ ബേഡ്സിൻ്റെ കരകര എന്നുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കാം. പോണ്ടൊക്കെ ഭയങ്കര നിശ്ചലമായി നിൽക്കുന്നുണ്ട്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ദേ മാനുകൾ ഇങ്ങനെ ഫ്രണ്ടിൽ കണ്ടോ, ഈ സൈഡിലായിട്ട് ഒരു 3-4-5 മാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാഴ്ചയാണ് അതിരാവിലെ. നമുക്ക് സമയമുണ്ട്, ഇനിയും ഒരു 3-4-5 മണിക്കൂറുണ്ട്. ചിലപ്പോൾ ആന ഇറങ്ങാനുള്ള ചാൻസും 90% ഉണ്ട് കേട്ടോ. മഴ പെയ്തതാണ് ഒരു പ്രശ്നം. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ദേ ഈ സൈറ്റിൽ ആന, അത് കൊമ്പൻ ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കണ്ടോ, മാനുകൾ ഇവിടെ ഒരുപാടുണ്ട്. ഈ സൈഡിലോട്ടാട്ടോ കൂടുതൽ, കുറച്ച് പേര് മാത്രമേ ഇങ്ങോട്ട് പുറത്തോട്ട് വന്ന് നിൽക്കുന്നുള്ളൂ. പിന്നെ ഇന്നലെ രാത്രിയിൽ കണ്ടമാനുണ്ടായിരുന്നു മാനുകൾ. എന്തായാലും മാനുകളും കാട്ടുപന്നിയും ടൈഗറും എലിഫൻ്റൊക്കെ സൈറ്റിങ് കിട്ടാനുള്ളൊരു ഏരിയയാണ്. മഴ പെയ്തപ്പോഴത്തേക്കും എന്ത് രസമാണെന്ന് അറിയുമോ, ഒരു ഫ്രണ്ട് ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര റിലാക്സ് കിട്ടും. ഞാൻ ഇത്രയധികം റിലാക്സ് ചെയ്തില്ല. നമ്മൾ റിസോർട്ടുകളിലൊന്നും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഒരു ഫീല് കിട്ടില്ല. അപ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഒന്നും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് ഒരു 2 ദിവസം നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കാണ് ഇങ്ങോട്ട് സ്വാഗതം. അതുപോലെ ഇവിടെ റേഞ്ചിന് ചെറിയ പ്രശ്നം കേട്ടോ. വൈഫൈ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈഫൈ ഒക്കെ യൂസ് ചെയ്തിട്ട് കോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ജിയോ, എയർടെൽ, ഐഡിയ ഒക്കെ ഇവിടെ ചെറുതായിട്ട് നെറ്റ്വർക്ക് സ്ലോ ആണ്. അപ്പോൾ രാവിലെ ചാറ്റൽ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും ഫ്രണ്ടിലെ പോണ്ടൊക്കെ നിറഞ്ഞ് വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ട്രൈബൽസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ മീനൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. ഇത് ഈ കാട്ടിലെ ഒരു കൊമ്പൻ ആനയാട്ടോ. ആനയുടെ ഫോട്ടോ ആണ് ഇവിടെ ഫ്രെയിമിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് കിച്ചണിൽ പോയതാണ് കേട്ടോ. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആവുന്നുണ്ട്. നല്ല പുട്ട്, അതും ചിരട്ടപ്പുട്ടാണ്. പിന്നെ നല്ല പുഴമീൻ കൊണ്ടുള്ള മുളകിട്ട മീൻകറി. എനിക്ക് ഈ മുളകിട്ട മീൻകറി ഭയങ്കര ഇഷ്ടം കേട്ടോ, എൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെ ഞാൻ ആ കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ സ്മെല്ലിങ്ങനെ അടിക്കുന്നുണ്ട്. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഭയങ്കര കൊതിയോട് കൂടിയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതേവിടെ നല്ല ചൂടുള്ള ആവി വറക്കുന്ന പുട്ട്, ചിരട്ടപ്പുട്ടുണ്ട്. ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇത്രയൊന്നും വേണ്ടായിരുന്നു. പിന്നെ നല്ല കടലക്കറി ഉണ്ട്, പുഴമീൻ കൊണ്ടുള്ള മുളകിട്ട മീൻകറി. ഇതേ ഒരു മസാല ടൈപ്പിലാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. നല്ലതായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു.
അപ്പോൾ ഇതുപോലെ നമുക്ക് രാവിലെ നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റും രാത്രിയിലാണെങ്കിലോ നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ അനിമൽസിനെയൊക്കെ കണ്ടുകൊണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. ഇതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടസ്കറിൻ ലോഡ്ജ് കേട്ടോ. ഇത് ലോഡ്ജ് എന്ന് പേരിട്ടെങ്കിൽ പക്ക ഒരു ലോഡ്ജ് ഒന്നുമല്ല കേട്ടോ, നല്ലൊരു പ്രോപ്പർട്ടിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. രാജൻ ചേട്ടൻ കേട്ടോ, രാജൻ ചേട്ടൻ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് അല്ലേ, ഈ കാട്ടിനകത്ത് അല്ലേ. അപ്പോൾ ഇവിടെ ടൈഗർ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടാവും. എന്താ സംഭവിച്ചത് ഇവിടെ? ഇവിടെ പോത്തിനെ പിടിച്ചിട്ടുണ്ട്, പോത്തിനെ പിടിച്ചിട്ടുണ്ട്. ആഹാ. പിന്നെ ആളെ പിടിച്ചിട്ടുണ്ട്. ആളെയും പിടിച്ചിട്ടുണ്ട് ഈ പോണ്ടിന്റെ ഭാഗത്ത്? അല്ല, ഇവിടെ നല്ല ആളെ പിടിച്ച അപ്പുറത്ത് ബാക്ക് സൈഡ് ദൂരെ. ആഹാ. അപ്പൊ ടൈഗർ സൈറ്റിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലേ? പുള്ളിപ്പുലിയൊക്കെ ലെപ്പാട് പുള്ളിപ്പുലിയൊന്നും കണ്ടിട്ടില്ല. റയറാണ്. പിന്നെ സാധാരണയായിട്ട് എലിഫന്റ് നന്നായിട്ട് വരാറുണ്ട്. മാനുകൾ നമ്മൾ ഇന്നലെ രാത്രി കണ്ടിരുന്നു. പിന്നെ പന്നി, കാട്ടുപന്നി ആന വരും, എന്നൊക്കെ വരും. ഇപ്പോ ടൈഗർ സൈറ്റിങ്ങും മുൻപ് 1-2 വട്ടം കണ്ടിട്ടുണ്ട്. പോത്തിനെ പിടിച്ചിട്ടുണ്ട്, ആളെ വരെ പിടിച്ചിട്ടുണ്ട്. അങ്ങേരാണ് അവിടെ നിന്ന് പോത്തിനെ മേയ്ക്കുന്നത്. അങ്ങനെ പോത്തിനാണ് പിടിച്ചത്. അയാളെ പോത്തിനാണ് പിടിച്ചത്. അത് ശരി. നമുക്ക് പിന്നെ ഏത് സമയത്താണ് എലിഫന്റ് ഒക്കെ അറിയാം? വൈകുന്നേരത്താണ്? ഒരു ദിവസം പിന്നെ പോത്തിനെ പിടിച്ച പകലാ. പകല്? വൈകുന്നേരത്താണോ? അല്ല, രാവിലെ. രാവിലെ അല്ലേ? ആനകളൊക്കെ മിക്ക ദിവസം പകല് വരും, അത് രാത്രി വരും. കൊമ്പന്മാരൊക്കെ ഉണ്ടാവും. കൊമ്പനുണ്ട്. പിന്നെ ഇവിടെ ഒരു ടെമ്പിൾസ് ഉണ്ടല്ലോ, ഒരു ട്രൈബൽസിന്റെ, അതിന്റെ പേരെന്തായാലും അമ്പലമല്ലേ അത്? കാപ്പിക്കുന്ന്. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ തന്നെ അവിടെ ഒക്കെ പോവാം. പോവാൻ പറ്റും. അവിടെ എത്ര മണിക്കാണ് ഓപ്പണിംഗ്? അത് രാവിലെ, പിന്നെ വൈകുന്നേരം. ഇത് നിറയെ പുൽപ്പള്ളി കാടാണല്ലേ? പുൽപ്പള്ളി കാട് ചുറ്റും. അതിന്റെ നടുവിലാണ് ഈ പ്രോപ്പർട്ടി. എനിക്ക് ഒരു ദിവസം കൂടെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നമുക്കിനി മൺസൂണൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ദിവസം കൂടെ ഇവിടെ വരണം. എന്തായാലും നെക്സ്റ്റ് ജൂലൈ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം കൂടെ ഇവിടെ വരും, സ്റ്റേ ചെയ്യും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ഒരു സ്റ്റേ എക്സ്പീരിയൻസ് ആണ്. എന്തുമാത്രം റിലാക്സ് ചെയ്തു എന്നറിയോ, അത്രയും നന്നായിട്ട് തന്നെ റിലാക്സ്. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ അങ്ങ് കാട്ടിനുള്ളിലൂടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. വണ്ടി നമ്മളെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ട്രൈബൽസിൻ്റെ ഒരു ടെമ്പിൾ ഉണ്ട്, വളരെ ഫേമസ് ആണ്. പുൽപ്പള്ളി കാടിനകത്തൂടെ ഇങ്ങനെ കറങ്ങി വേണം അങ്ങോട്ട് എത്താൻ. അപ്പോൾ നമ്മുടെ കൂടെ രാജൻ ചേട്ടന് വരുന്നുണ്ട്. പുള്ളിനെ കൂട്ടിയിട്ട് ഞങ്ങൾ ആ ഒരു ടെമ്പിളൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ച് നേരെ സുൽത്താൻ ബത്തേരി പിടിക്കും. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു പ്ലാനിങ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടോ നല്ല ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലം അല്ലേ. നമുക്കിനി വണ്ടി എടുത്തിട്ട് അവിടുന്ന് ആ ടെമ്പിളൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ച് നേരെ സുൽത്താൻ ബത്തേരി, അവിടുന്ന് അങ്ങനെ പറ്റുവാണെങ്കിൽ ഒന്ന് ബന്ദിപ്പൂർ വരെയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നാട്ടിലേക്ക് തിരിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു പ്ലാനിങ്. അപ്പോൾ അതേ വണ്ടി ഈ വീട്ടിലായിരുന്നു നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് അങ്ങനെ രാജൻ ചേട്ടനെയും കൂട്ടി പുള്ളിക്കാരന് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് ടെമ്പിൾ കാണാൻ പോകുക കേട്ടോ. ഈ കാടിനകത്തൂടെ പ്രൈവറ്റ് വണ്ടികളൊക്കെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിറയെ ഫോറസ്റ്റ് വാച്ചർമാരൊക്കെ ഉണ്ട്. നമുക്ക് ഇതുവഴി അങ്ങനെ നേരെ ബത്തേരിയിലേക്കും പുൽപ്പള്ളി ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും. ഇത് നേരെ ഒരു ടെമ്പിളിലോട്ടാണ് പോകുന്നത്, കണ്ടില്ലേ. ഇവിടെ നിറയെ ട്രൈബൽസിൻ്റെ വീടുകളാണ്. അപ്പോൾ ഇവിടെ ഇതൊരു കോളനിയാണ് കേട്ടോ. ഇത് കോളനി വഴി അങ്ങനെ നമ്മളിത് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു ടെമ്പിൾ കേട്ടോ. വളരെ സൈലൻ്റാണ്. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്, ഹനുമാൻ കുരങ്ങുണ്ട് ഇവിടെ കണ്ടമാനം. പിന്നെ ഇതാ ഇവിടെയൊക്കെ ആന വരുന്നതാണ് പറഞ്ഞത്. ഭയങ്കര പച്ചപ്പ് ഇങ്ങനെ വിരിച്ച് നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്, അതിന് സെൻട്രലായിട്ടൊരു ടെമ്പിള്. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കേട്ടോ. കൂടെയുള്ള ആളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മളിതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നേരെ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയി അതിങ്ങനെ കണ്ട് ആസ്വദിച്ചു. നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ടസ്കറിനിലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്കും അറിയിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. കാണാൻ നമുക്ക് ഇനിയും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള യാത്രകളൊക്കെ ആയിട്ട്.